ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മാങ്ങച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതുമായ ഈ ആന്ധ്ര സ്റ്റൈൽ അവക്കായ് പിക്കിൾ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അപ്പോൾ അവക്കായ് പിക്കിൾ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കിലോ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അച്ചാർ ഇടുന്നതിന് മുമ്പ് ആദ്യം തന്നെ നല്ലെണ്ണ ചൂടാക്കി വെക്കണം. അതിനായിട്ട് ഞാനിവിടെ 250 ml നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ചൂടാക്കിയിട്ട് ഇത് മാറ്റി വയ്ക്കുക. ഇത് ചൂടാറിയിട്ട് വേണം നമുക്ക് ഈ അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അച്ചാറിടാനായിട്ട് ഞാനിവിടെ 2 കിലോ മാങ്ങ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ചതവോ ഒന്നും ഇല്ലാത്ത മാങ്ങ വേണം എടുക്കാനായിട്ട്. ഞങ്ങളുടെ മാങ്ങയൊന്നും അച്ചാറിടാനായിട്ട് എടുക്കാനായിട്ട് പാടില്ല. നല്ല ഫ്രഷായിട്ടുള്ള നല്ല കരിമ്പ് പോലത്തെ മാങ്ങയുണ്ടല്ലോ, അതാണെങ്കിൽ നല്ല ബെസ്റ്റാണ് കേട്ടോ ഈ ഒരു അച്ചാറിന്. അപ്പോൾ നല്ല മൂത്ത മാങ്ങയാണിത്. ഇനി നമുക്ക് ഈ അച്ചാറിൻ്റെ മാങ്ങകളൊന്ന് നന്നായിട്ട് അതിൻ്റെ വെള്ളം നനവൊക്കെ ഒന്ന് എടുക്കണം. അപ്പം നന്നായിട്ട് അതിലെ വെള്ളം നനവ് മാറ്റിയെടുക്കുക, തുടച്ച് മാറ്റിയെടുക്കുക. അതുപോലെ തന്നെ അച്ചാർ ഉണ്ടാക്കാൻ എടുക്കുന്ന പാത്രങ്ങളായാലും ഏതായാലും വെള്ളം നനവൊന്നും ഇല്ലാത്തത് വേണം എടുക്കാനായിട്ട്. അപ്പോഴാണ് നമ്മുടെ അച്ചാർ കേടുകൂടാണ്ട് കുറേ നാളൊക്കെ ഇരിക്കുള്ളൂ. അപ്പോൾ ഞാനിവിടെ നാട്ടുമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് മാങ്ങ വേണമെങ്കിലും എടുക്കാം, പക്ഷേ പുളിയുള്ള നല്ല മാങ്ങ വേണം എടുക്കാനായിട്ട്. അപ്പോഴാണ് ഈ മാങ്ങാച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇത് ചതവുകളോ കേടോ ഉള്ള മാങ്ങയൊക്കെ ഒഴിവാക്കാൻ നോക്കുക. അപ്പോൾ ഈ അവക്കായ് പിക്കിള് ഉണ്ടാക്കാനുള്ള മാങ്ങ കട്ട് ചെയ്തെടുക്കുന്നതിനും കുറച്ച് പ്രത്യേകതയുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വൃത്തിയാക്കി തുടച്ചിട്ടുള്ള മാങ്ങ എടുക്കുക, അതിൻ്റെ ബാക്ക് ഭാഗം ഒന്ന് കട്ട് ചെയ്യുക. അതിന് ശേഷം നമ്മളിത് മാങ്ങണ്ടിയോട് കൂടി തന്നെയാണ് മാങ്ങണ്ടി കളഞ്ഞ് അതിൻ്റെ മാങ്ങണ്ടി നിൽക്കണ കട്ടിയുള്ള ഭാഗം കൂടി ഇട്ടാണ് നമ്മൾ അച്ചാറിനായിട്ട് ഇടുന്നത്. അതാണ് ഈ അവക്കായ് പിക്കിളിൻ്റെ പ്രത്യേകത. ആ ടേസ്റ്റ് കൊടുക്കുന്നതും ഇതേപോലെ അച്ചാറിടുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ മാങ്ങ വെട്ടുകത്തി വെച്ചിട്ടോ നല്ല മൂർച്ചയുള്ള കത്തിയൊക്കെ വെച്ചിട്ട് ഒരു ഇടിക്കല്ല് വെച്ചാണ് ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അതിന് ശേഷം നമ്മൾ മാങ്ങയുടെ ഉള്ളിലത്തെ അണ്ടി അതിൽ നിന്ന് എടുത്ത് കളയുക. മാങ്ങണ്ടി നമ്മൾ കത്തി വെച്ച് എടുത്ത് കളഞ്ഞതിന് ശേഷം ആ അണ്ടിയുടെ അടിയിൽ ഇതുപോലെ പ്ലാസ്റ്റിക് പോലത്തെ ഒരു പാട പോലെ ഉണ്ടാവും. അത് നമ്മൾ പ്രത്യേകം എടുത്ത് കളയാൻ ശ്രദ്ധിക്കണം. കാരണം ഈ പാട കളഞ്ഞിട്ടില്ലെങ്കിൽ അച്ചാർ കയ്പ്പുരസം വരാനും കേട് വന്ന് പോവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ ഇവിടെ നന്നായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് അണ്ടിയുടെ ഇരുന്ന ഭാഗത്ത് കുറച്ച് കേട് വന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. അത് മാങ്ങയ്ക്ക് കേടില്ല, അണ്ടി ഇരുന്ന ഭാഗത്തുള്ള ഒരു കേടാണ്. അതൊക്കെ നമുക്ക് കത്തി വെച്ചിട്ട് നന്നായിട്ട് കളഞ്ഞ് എടുത്തിട്ട് വേണം നമുക്ക് അച്ചാറിടാനായിട്ട്. കേടുള്ള ചതഞ്ഞ ഭാഗങ്ങളൊന്നും എടുക്കാൻ പാടില്ല കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ മാങ്ങ കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മൾ മാങ്ങ പൂളി എടുത്തിട്ട് ഇതുപോലെ അച്ചാറിട്ടാലും മതി കേട്ടോ. പക്ഷേ അണ്ടിയുടെ ഭാഗത്തോട് കൂടി ഇടുമ്പോഴാണ് അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് കിട്ടുക. ഇതാ ഈ മാങ്ങയൊക്കെ നമ്മൾ ആ പ്ലാസ്റ്റിക് പോലത്തെ ഇതൊക്കെ കളഞ്ഞിട്ടുള്ള മാങ്ങയാണ്. ഇനി നമുക്ക് ഈ മാങ്ങ ഒന്ന് നടു കട്ട് ചെയ്തിട്ട് വലിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൽ വെള്ളം നനവുണ്ടാവും. അത് നമ്മൾ ഉണങ്ങിയ തുണി വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഓരോ കഷ്ണങ്ങളും നന്നായിട്ട് തുടച്ചതിലെ വെള്ളം നനവ് മാറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ അച്ചാർ പെട്ടെന്ന് കേടുവരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള നല്ലെണ്ണ ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 1.5 കയ്യിൽ നല്ലെണ്ണ എടുത്തിട്ട് കട്ട് ചെയ്ത മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ്
ചെയ്ത് കൊടുക്കുക. അപ്പോൾ വലിയ കയ്യിലാണ് എടുത്തിട്ടുള്ളത്. ഈ പൊടികൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ആ പൊടികളൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ മാങ്ങ കഷ്ണങ്ങളൊക്കെ നല്ലെണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അച്ചാറിലേക്കുള്ള പൊടികളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു 100 ഗ്രാം കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കല്ലുപ്പ് തന്നെ എടുക്കാനായിട്ട് നോക്കുക. പിന്നെ ഒരു 100 ഗ്രാം എരിവുള്ള മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 150 ഗ്രാം ഞാൻ കടുക് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് തരിതരിപ്പായിട്ടാണ് പൊടിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് ഒരു 100 ഗ്രാമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കല്ലുപ്പ് പൊടിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പ് പൊടിക്കാണ്ടാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ കായം ചേർത്ത് കൊടുക്കണില്ല. ഈ അച്ചാറിലേക്ക് നമുക്ക് കായം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പൊടികളൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ കുറേശ്ശെ മാങ്ങയിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നന്നായിട്ട് എല്ലാ പൊടികളും മിക്സ് ചെയ്തെടുക്കുക. കുറേശ്ശെ ആദ്യം തന്നെ ഒന്നിച്ച് ചേർക്കാണ്ട് കുറേശ്ശെ പൊടികൾ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് എല്ലാ പൊടിയും ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ എല്ലാ പൊടിയും മാങ്ങയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വെച്ചിട്ടുള്ള ചൂടാക്കിയിട്ടുള്ള നല്ലെണ്ണ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നല്ലെണ്ണയൊക്കെ നമ്മൾ മാങ്ങയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നല്ലെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്യണ സമയത്ത് നല്ലൊരു വാസനയാണ് നമ്മുടെ അച്ചാറിന് വരുന്നത്. നല്ല ഒരു അരോമ സ്മെല്ലാണ് കേട്ടോ വരുന്നത്. ഇനി നമുക്ക് ഇത് ഈ പാത്രത്തിൽ വെച്ചിട്ട് ഒരു ദിവസം ഒന്ന് മൂടി വെച്ച് വെക്കണം. അതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് ഇപ്പം ഞാൻ ഇന്ന് ഇട്ട് ഈ പാത്രത്തിൽ വെക്കണു. അത് കഴിഞ്ഞ് നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് നമ്മൾ ഇത് തുറന്ന് നോക്കാനായിട്ട് പോണത്. അതുവരയ്ക്ക് നമ്മൾ ഈ പാത്രത്തിൽ തന്നെയാണ് അച്ചാർ വെക്കണത്. മൂടി വെച്ച് നമുക്കിത് പുറത്ത് തന്നെ വെക്കാം. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് തുറന്ന് നോക്കണ സമയത്ത് നമ്മൾ ഇതിലൊഴിച്ചിട്ടുള്ള എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരും. അപ്പോൾ നല്ലെണ്ണ അതിൽ കറക്റ്റായിട്ട് ഉണ്ട് എന്നാണ് അതിനർത്ഥം. അപ്പോൾ നല്ലെണ്ണ തെളിഞ്ഞ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ലെണ്ണ ഇതിലേക്ക് ചൂടാക്കിയിട്ട് ചൂടാറിയതിന് ശേഷം ഒഴിച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതിവിടെ മൂടി വെച്ച് ഇരിക്കട്ടെ. അപ്പോൾ മാങ്ങ ഇതേപോലെ വെക്കണ സമയത്ത് മാങ്ങ വെക്കണ പാത്രം ശ്രദ്ധിക്കണം. അലുമിനിയത്തിൻ്റെ പാത്രത്തിലൊന്നും മാങ്ങ ഇതേപോലെ ഇട്ട് വെക്കരുത്. ഞാനിപ്പോൾ ഒരു സിറാമിക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലോ ഇതേപോലെ ഇട്ട് മൂടി വയ്ക്കാം. ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് മാങ്ങച്ചാറ് ഇട്ടിട്ട്. ഇതാ നമ്മുടെ മാങ്ങച്ചാറിൽ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിൽ ഉപ്പോ കടുക് പരിപ്പിൻ്റെ കുറവോ മുളകിൻ്റെ കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്നും പ്രശ്നമുള്ള കേസല്ല. അത് ചേർത്ത് കൊടുക്കാൻ എണ്ണ കുറവുണ്ടെങ്കിൽ എണ്ണയും ചേർത്ത് കൊടുക്കാം. ഇപ്പം നമുക്കിടെ എണ്ണയൊക്കെ നല്ല കറക്റ്റായിട്ടാണ് ഇരിക്കണത്. ഇതിൽ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇതിലേക്ക് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ജാറിലാക്കിയിട്ട് പുറത്ത് തന്നെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിലോ സൂക്ഷിക്കാവുന്നതാണ്. എത്ര നാൾ വേണമെങ്കിലും ഇത് കേടുകൂടാണ്ട് ഇരുന്നോളും. അപ്പോൾ വിനാഗിരി ഒന്നും ചേർക്കാത്ത നമ്മുടെ ആന്ധ്ര സ്റ്റൈൽ അവക്കായ് പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ മാങ്ങച്ചാർ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് പറയണം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.